എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ 25 മുതൽ 45 വരെയുള്ള ആ കാലഘട്ടം വളരെ നിർണായകമാണ്. കാരണം നമ്മുടെ കരിയറിൽ സ്ഥിരത നേടുന്ന ഈ ഒരു ഘട്ടം അത് ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു കാലം കൂടിയാണ്. ജോലി, വിവാഹം, പുതിയ വീട് വാങ്ങല്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളുടെ ഒരു സമയമാണ് ഈ ഒരു കാലമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്തായിരിക്കും പലരും മികച്ച വരുമാനമൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അഭാവം മൂലം പലരുടെയും കയ്യിൽ നിന്നും പണം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദിവസ ശമ്പളത്തിലും അതോടൊപ്പം തന്നെ ആഴ്ച ശമ്പളത്തിലും ഒക്കെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികളെ അവരെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദിവസം 1000 അല്ലെങ്കിൽ 1200 രൂപയൊക്കെ കൂലി ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആ പണി കഴിഞ്ഞ് കൂലി കിട്ടിക്കഴിഞ്ഞാൽ ആ 1000 രൂപയിൽ നിന്ന് 500 രൂപയ്ക്കെങ്കിലും വെള്ളമടിക്കാതെ അന്നത്തെ ദിവസം ഉറങ്ങാൻ കഴിയില്ല. അതായത് അങ്ങനെ ആ അന്നത്തെ ദിവസത്തെ ആ തുക മുഴുവൻ തീർക്കാതെ അവർക്ക് ഉറക്കം വരില്ല. സോ ആളുകളുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് അവരെ ഏറ്റവും വലിയ ദരിദ്രരാക്കി മാറ്റുന്നത്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മാസ ശമ്പളം ലഭിക്കുന്നവരുടെ കാര്യവും നോക്കുക. ഒരു IT പ്രൊഫഷണൽ, അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്ത് നോക്കാം. ആ വ്യക്തിക്ക് പ്രതിമാസം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റ് ഇല്ലാത്തത് കൊണ്ട് വർഷാവസാനത്തിൽ പണമൊന്നും കയ്യിലില്ലാതെയായി മാറി. സോ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ അതൊക്കെ ഒഴിവാക്കാൻ തന്നെ സ്മാർട്ട് മണി ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. Please subscribe our channel. സോ ആദ്യം നമ്മുടെ പണം എവിടെ പോകുന്നുവെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ബജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബജറ്റിംഗ് എന്നത് സാമ്പത്തിക ബോധത്തിൻ്റെ ഒരു അടിത്തറയാണ്. അതായത് നമ്മുടെ പ്രതിമാസ വരുമാനവും നമ്മുടെ ചെലവുകളും ഒക്കെ തന്നെ വ്യക്തമായി നമ്മൾ രേഖപ്പെടുത്തുക എന്നത് ഈ അനാവശ്യ ചെലവുകളിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ പലർക്കും ഞാൻ ചിലവാക്കുന്നത് കുറവല്ല എന്നൊരു പക്ഷേ തോന്നാം. പക്ഷേ ഈ ചിലവിൻ്റെ വിശദാംശങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി തുടങ്ങിയാൽ എത്ര അനാവശ്യ ചിലവുകൾ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. ഉദാഹരണത്തിന്, ഇപ്പോൾ ദിവസേന 100 രൂപയുടെ ഒരു കോഫി വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ശീലം വർഷത്തിൽ 36,000 രൂപ അയാളെ കൊണ്ട് ചിലവാക്കും. സോ അത്രയും തുക നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് നിക്ഷേപിച്ചാൽ 10 വർഷത്തിൽ ആ തുക ലക്ഷങ്ങളായിട്ട് മാറുന്നതായിരിക്കും. അതിനാൽ തന്നെ ചെറുതായെങ്കിലും ബജറ്റ് നമ്മൾ തയ്യാറാക്കണം. ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കാം. പ്രധാനമായും 50:30:20 ഈ ഒരു നിയമം അനുസരിച്ച് ചെലവുകൾ നമ്മൾ വിഭാഗീകരിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ 50% അത് നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇനി അതേപോലെ 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, 20% നിങ്ങളുടെ സേവിങ്സ്, ഈ രീതിയിൽ നമ്മൾ ക്രമീകരിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ബജറ്റിംഗ് അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ GPS പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ ശതമാനം പ്രകാരം ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപം വളരെ ആവശ്യമാണ്. കാരണം പണം ബാങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ വളർച്ചയ്ക്ക് അത് പോരാ. പണത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മാർഗത്തെയാണ് നിക്ഷേപമെന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു വ്യക്തി മാസത്തിൽ 2000 രൂപ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങി. 15 വർഷത്തിന് ശേഷം കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ശക്തിയിൽ അത് 10 ലക്ഷത്തിലധികമായി മാറുകയുണ്ടായി. പക്ഷേ അതേ പണം നമ്മൾ ബാങ്കിൽ വെച്ചിരുന്നെങ്കിലോ അത് പരമാവധി 4 അല്ലെങ്കിൽ 5 ലക്ഷം മാത്രമായി ആയിരിക്കും. സോ അതിനാൽ തന്നെ നിക്ഷേപം നമ്മൾ വൈകിപ്പിക്കരുത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, PPF, അതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഫണ്ടുകൾ, റിട്ടയർമെൻറ്റ് ഫണ്ടുകൾ തുടങ്ങിയ മാർഗ്ഗങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ അപ്രതീക്ഷിത ഭാഗങ്ങൾക്കുള്ള ബാക്കപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. രോഗമാകട്ടെ, ജോലി നഷ്ടമാകട്ടെ, അപ്രതീക്ഷിത ചിലവുകളൊക്കെ തന്നെ നമ്മൾ നേരിടാനായിട്ട് തയ്യാറാവണം. അപ്പോൾ അതിന് വെറുതെ ഇങ്ങനെ തയ്യാറായാൽ പോരാ, ഒരു എമർജൻസി ഫണ്ട് നമുക്ക് നിർബന്ധമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എങ്കിലും 6 മാസത്തെ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കടം വാങ്ങാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ മാസ ചെലവിൻ്റെ 3 മുതൽ 6 മാസത്തേക്കുള്ള തുക എമർജൻസി ഫണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്യുക. ഓർക്കണം, ഈ പണം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ലിക്വിഡ് ഫണ്ടിലോ ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഈ ഫണ്ട് നിങ്ങളെ ആത്മവിശ്വാസത്തോടു കൂടി നിലനിർത്തുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വളരെ നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അത് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ഒരു ചികിത്സയും നമ്മുടെ സമ്പാദ്യത്തെ തകർക്കരുത്. ഇന്നത്തെ കാലത്ത് ആശുപത്രി ചിലവുകൾ നമുക്കറിയാം കുത്തനെ ഉയരുകയാണ്. ഒരു സാധാരണ ശസ്ത്രക്രിയയ്ക്ക് പോലും ഇന്ന് ലക്ഷങ്ങൾ ചിലവാകുന്ന അവസ്ഥയാണ്. സോ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരൊറ്റ ആശുപത്രി ബില്ല് മതി. അത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സേവിങ്സിനെ തന്നെ തിന്നു തീർക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾക്ക് അപ്രതീക്ഷിതമായിട്ട്
ഗോൾ ബ്ലാഡർ സർജറി ചെയ്യേണ്ടി വരികയാണെന്ന് വിചാരിക്കുക. 2 ലക്ഷം രൂപ അങ്ങ് ബില്ല് വരും. എന്നാൽ ആ വ്യക്തിക്ക് ഇൻഷുറൻസ് ഉണ്ടായതിനാൽ തന്നെ 2 ലക്ഷം സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നില്ല. അതിനാൽ തന്നെ നമ്മൾ ഈ വ്യക്തിഗത പോളിസി, അതോടൊപ്പം തന്നെ ഫാമിലി ഫ്ലോട്ടർ തീർച്ചയായിട്ടും എല്ലാവരും എടുക്കുക. നിങ്ങളുടെ പ്രായം കൂടുന്നതിന് മുൻപ് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് പ്രീമിയം കുറയ്ക്കാനും ക്ലെയിം വളരെ എളുപ്പത്തിലാക്കാനും നിങ്ങളെ സഹായിക്കും. ഇതൊരു ചെലവല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്ന് എല്ലാവരും തന്നെ ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്ന പണം അതിനെ നമ്മൾ ശരിയായിട്ടുള്ള ദിശയിൽ വിനിയോഗിക്കുക എന്നതാണ് പ്രധാനം. അതായത് 5 വർഷത്തിനുള്ളിൽ നമ്മൾ വീട് വാങ്ങുക, കുട്ടികളുടെ സ്കൂൾ ഫണ്ട് സേവ് ചെയ്യുക, 60-ാം വയസ്സിൽ വിരമിക്കുക എന്നിങ്ങനെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. ഈ ലക്ഷ്യങ്ങൾ വ്യക്തമായാൽ അതിനനുസരിച്ച് നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യാൻ എളുപ്പമാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിയുടെ കോളേജ് ഫീസ് അത് 10 വർഷത്തിന് ശേഷം 10 ലക്ഷം രൂപയായിരിക്കും. സോ അത്തരത്തിൽ കണക്കാക്കിയാൽ അതിനായിട്ട് ഇപ്പോൾ തന്നെ പ്രതിമാസം ഒരു 5000 രൂപയുടെ SIP ആരംഭിക്കാവുന്നതാണ്. ഇതിലൂടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് തടസ്സം കൂടാതെ യാഥാർത്ഥ്യമായി മാറും. ഇനി അടുത്തത് കടം നിയന്ത്രിക്കുക എന്നതാണ്. നമുക്കെല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് കാർഡുകൾ സൗകര്യപ്രദമാണ്, പക്ഷേ നിയന്ത്രണമില്ലാതെ അത് ഉപയോഗിച്ചാൽ വളരെ അപകടകാരിയാണ്. 10,000 രൂപ ബില്ലടയ്ക്കാതെ അടുത്ത മാസം വീടുമ്പോൾ അതിൻ്റെ പലിശ കൂടി 11,500 രൂപയാകാം. ഇങ്ങനെ ചെറു കടങ്ങൾ അത് വലിയ കടപ്പാടുകളാക്കും. അതിനാൽ തന്നെ എല്ലാ ബില്ലുകളും അത് സമയത്ത് തന്നെ നമ്മൾ അടയ്ക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യ ലോണുകൾ എടുക്കാതിരിക്കുക. കാർ വാങ്ങുമ്പോൾ 0 ഇൻട്രസ്റ്റ് ഓഫർ ആണെന്ന് പറഞ്ഞാൽ പോലും പരിശോധിക്കണം. കൃത്യമായിട്ട് നമ്മൾ അത് കിഴിച്ച് പരിശോധിക്കണം. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ 0% എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. ഇത്തരത്തിൽ ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കടക്കണിയിൽ പോകും, നമ്മുടെ സിബിൽ സ്കോർ കുറയും, പിന്നെ ജീവിതത്തിൽ വേറെ ലോണുകൾ കിട്ടില്ല. നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുന്നത് ഭാവിയിൽ ഹോം ലോണുകൾ, അതോടൊപ്പം തന്നെ ബിസിനസ് ലോൺ തുടങ്ങിയവയൊക്കെ നേടാൻ നിങ്ങളെ ഏറെ സഹായിക്കും. ഓർക്കുക, ഈ കടം എടുക്കുന്നത് തെറ്റല്ല, പക്ഷേ നിയന്ത്രണമില്ലാതെ അതെടുക്കുന്നത് വളരെ അപകടമാണ്. ഇനി അടുത്തതായിട്ട് സാമ്പത്തിക റിവ്യൂ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ നടത്തണം. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പദ്ധതി അത് ഒരിക്കൽ തയ്യാറാക്കി വെച്ച് മറന്നാൽ പോരാ, വർഷത്തിൽ കുറഞ്ഞത് ഒരിക്കൽ അതിനെ കൃത്യമായി നമ്മൾ വിലയിരുത്തണം. അതായത് നിങ്ങളുടെ സാമ്പത്തിക പാത അത് ശരിയാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം. നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിയോ, നമ്മുടെ വരുമാനം വർദ്ധിച്ചോ എന്നൊക്കെ തന്നെ കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇതെല്ലാ വർഷവും പരിശോധിക്കണം. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 8% റിട്ടേൺ ലഭിച്ച ഫണ്ടുകൾ ഈ വർഷം താഴെയെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നഷ്ടമാണെങ്കിൽ ആവശ്യമായാൽ ഫണ്ടുകൾ മാറ്റം ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളൊക്കെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ ഇത് നിങ്ങളെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ അവയർനെസ് നിലനിർത്തുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതല്ല, അത് ചെറിയ ശീലങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന വലിയൊരു ഭാവിയാണ്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബജറ്റിംഗ് ആയിക്കോട്ടെ, നിക്ഷേപം, എമർജൻസി ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികമായിട്ട് ഉറപ്പിക്കുന്ന ഒരു കോട്ടയായി തന്നെ മാറും. ഓർക്കുക, പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, നിങ്ങളല്ല ഈ പണത്തിന് വേണ്ടിയിട്ട് ഓടേണ്ടത്. സോ നിങ്ങൾ പണത്തെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കണം, നന്നായി പണിയെടുപ്പിക്കണം. നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്, പണ്ട് മുതലേ പഠിപ്പിച്ചിരിക്കുന്നത്, ജോലി ചെയ്യുക, കഷ്ടപ്പെട്ട പണം സമ്പാദിക്കുക, ധാരാളം പണം സമ്പാദിക്കുക, എല്ലാം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മൾ പണിയെടുക്കുക. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല ഈ പണത്തെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പണം അതിനെക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പണിയെടുപ്പിക്കുക, ജീവിതത്തിൽ നല്ലൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക. സോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Please subscribe our channel.